2006 ജനുവരി 26 തേജസ് ദിനപത്രത്തിൻ്റെ ഉദ്ഘാടനവേദിയായ കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാൾ. ആയിരങ്ങളെ സാക്ഷിയാക്കി തേജസ് ദിനപത്രം പ്രകാശനം ചെയ്തപ്പോൾ അത് കേരളത്തിലെ പത്രമാധ്യമ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവുകയായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان. തേജസ് ദിനപത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ വെച്ച് നടത്തുവാനും അതിൽ പങ്കെടുക്കുവാനും നമുക്ക് അവസരം ലഭിച്ചതിന് ഞാൻ ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. 97 ജനുവരിയിൽ തേജസ് ഒരു മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു. 2000 ജനുവരിയിൽ തേജസ് ഒരു ദ്വൈവാരികയായി. ഏതാനും വർഷങ്ങളായി തേജസ് മാനേജ്മെൻറ്റ് ഒരു ദിനപത്രം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ദിനപത്രം ഏറ്റവും ചുരുങ്ങിയത് നഷ്ടമില്ലാതെയെങ്കിലും കൊണ്ടുപോവുക എന്നുള്ളത് വളരെ അസാധ്യമായിരുന്നതുകൊണ്ട് നമ്മളങ്ങനെ പലപ്പോഴും പിന്മാറുകയായിരുന്നു. കഴിഞ്ഞ 1-2 വർഷമായി തേജസ് ദ്വൈവാരിക കിട്ടിയിരുന്ന വൻ സ്വീകാര്യതയും അതോടൊപ്പം തേജസ് മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു ദിനപത്രം കൂടി ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും വീണ്ടും നമ്മളെ ആ വഴി ചിന്തിപ്പിച്ചു. നമ്മൾ ഈ വിഷയത്തെ പറ്റിയിട്ടൊരു തുറന്ന ചർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് അറിയപ്പെടുന്ന എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഡോർ ചർച്ചകൾ നടത്തി. തേജസ് വിഭാവനം ചെയ്യുന്ന ഒരു ദിനപത്രത്തിൻ്റെ സാധ്യത ആയിരുന്നു ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും അത്തരത്തിലുള്ള ഒരു ദിനപത്രത്തിന് വൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഒരു ദിനപത്രത്തിന് തീർച്ചയായിട്ടും കേരളത്തിൽ ഇടമുണ്ടെന്നും അത് എല്ലാ തരത്തിലും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ സമയത്ത് ഇത്തരം ചർച്ചകളിലൊക്കെയും അതിനു മുമ്പും തേജസ് ഒരു ദിനപത്രം തുടങ്ങുന്നതിന് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന, പിന്നീട് തേജസിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററായിട്ട് നിയമിതനായിരുന്ന മുകുന്ദൻ സി മേനോനെക്കുറിച്ച് ഓർക്കാതെ വയ്യ. അങ്ങനെ തേജസ് മാനേജ്മെൻറ്റ് ഒരു ദിനപത്രം തുടങ്ങുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു. 20,000-ഓളം ആളുകളിൽ നിന്നായി ഷെയർ സ്വരൂപിച്ചു. നമ്മൾക്ക് സ്വന്തമായി ഒരു കെട്ടിടം വാങ്ങാനും
സ്വന്തമായ ഒരു പ്രസ് സ്ഥാപിക്കാനും നമുക്ക് സാധിച്ചു. കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം, ബോംബെ എന്നിവിടങ്ങളിൽ എഡിഷനുകൾ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ഒട്ടുമുക്കാലുമായി കഴിഞ്ഞിട്ടുണ്ട്.